ഹായ് എവ്രി വൺ, ഞാനും ജിനു ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും അവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നട്ടുച്ച സമയമാണ് കേട്ടോ. ഞങ്ങളൊന്ന് ബീച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ബസ്സിലാണ് ഞങ്ങൾ യാത്ര ഫുള്ള് കേട്ടോ. ഇന്ന് ബസ്സിൽ ഞങ്ങൾ ടൗണിലൂടെയൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പരിചയമൊന്നുമില്ല, എന്നാലും ഉള്ള പരിചയം വെച്ചിട്ട് ഞങ്ങൾ ബസ്സിലൊക്കെ പോയി. പിന്നെ റോഡൊക്കെ ക്രോസ് ചെയ്യാൻ വലിയ എസ്കലേറ്ററാണ് കേട്ടോ ഉള്ളത് കോഴിക്കോട്. സൈഡിൽ സ്റ്റെയർ കേസും ഉണ്ട് കേട്ടോ. സ്റ്റെയർ കേസിൻ്റെ നീളം കണ്ടാൽ നമ്മൾ ആകെ പേടിച്ചു പോകും. ഈ ഒരു എസ്കലേറ്ററിൻ്റെ ഉപകാരം മനസ്സിലാവുന്നത് ആ സ്റ്റെയർ കേസിൻ്റെ നീളം കണ്ടിട്ടാണ് കേട്ടോ. എന്നാലും ചിലരൊക്കെ ഇതിൽ കയറാൻ പേടിയുള്ളവരൊക്കെ സ്റ്റെപ്സ് കയറിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയൊക്കെ പിടിച്ച് ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടു. ബീച്ചിൽ ഫസ്റ്റായിട്ട് കണ്ട കാഴ്ചയാണ് ഇത് കേട്ടോ. ഇഷ്ടംപോലെ ബേർഡ്സ് ഇങ്ങനെ പാറി കളിക്കുകയാണ് അവിടെ. എന്താ സംഭവം എന്നറിയില്ല. നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോവാൻ കഴിയുന്നില്ല, അത്രയും വെയിലാണ് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ആദ്യം നോക്കണം എന്താണെന്നറിയാം, തണൽ എവിടെയാണെന്നുള്ളതാണ് കേട്ടോ. അത്രയും വെയിലെന്ന് പറഞ്ഞാൽ അത്രയും വെയിലാണ് അവിടെ, നല്ല ചുട്ട് പൊള്ളണ വെയിലാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു. ഒരു ഭാഗത്ത് ഞങ്ങൾ വെയിലില്ലാത്തൊരു ചെറിയൊരു തണൽ കിട്ടി. ഞങ്ങൾ അവിടെ ഇരുന്ന് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. അവിടെ കുറേ ആളുകളുണ്ട് അവിടെ ചുറ്റും ഇങ്ങനെ ഇരിക്കണേ. ഞാനും ജിനും പിന്നെ കുറേ കോമഡികളൊക്കെ അടിച്ച് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരുന്ന് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ പഞ്ഞിമിഠായി, നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ അവൾക്കത് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങി. നല്ലൊരാൾ കേട്ടോ, നല്ല ഒരു സ്വഭാവമുള്ള ഒരാൾ. കാരണം ഞങ്ങളടുത്ത് ചില്ലറല്ല എന്ന് പറഞ്ഞപ്പോൾ ചില്ലറൊക്കെ ആക്കി ബാക്കി ബാലൻസ് കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ ക്യാഷ് കൊടുത്ത് അയാൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ബാലൻസ് കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോവാം, അവിടെ എന്തൊക്കെയോ കാണാനുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ടൊന്നും അങ്ങനെ ബീച്ചിലേക്ക് വന്നാലും ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്നും അത്ര വരാറില്ല. ആ അറ്റത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം, ഇത് അത്ര നല്ല വെള്ളം ഇല്ലാതെ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ ചവിട്ടാതെ വേണം അപ്പുറത്തേക്ക് കിടക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലാനിട്ട് ചാടി അപ്പുറത്തേക്ക് കടന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ചെറിയ മരങ്ങളൊക്കെ ഉള്ളൊരു കല്ലൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്നു ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട്. ഇരിക്കാൻ നല്ല തണൽ കിട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. മരത്തിൻ്റെ തടിമ്മൽ ഫുള്ളായിട്ട് പുഴുക്കൾ കേട്ടോ. ചൂട് കാരണം ഇലമെന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് വലിയൊരു മീൻ അവിടെ ചത്ത് കിടക്കുന്നത് കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരം അതങ്ങനെ നോക്കി നിന്ന് പാവം എന്നൊക്കെ വിചാരിച്ചിട്ടോ. കാരണം ഇത്രയും വലിയൊരു മീനാണ്, പക്ഷെ ആർക്കും ആവശ്യമില്ല, കാരണം വേസ്റ്റ് വെള്ളം വരുന്നൊരു സ്ഥലത്തായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഫിഷ് മാർക്കറ്റ് കണ്ടു കേട്ടോ. അതായത് ഫിഷിങ് കഴിഞ്ഞ് ബോട്ട് വരുന്ന സ്ഥലമാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നേരെ പോന്നു. ഞങ്ങൾ പുതിയ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.